നമ്മൾ ഈ നിൽക്കുന്ന ഈ മുളങ്കാടുണ്ടല്ലോ, വയലാറിന്റെ മുളങ്കാടൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മുളങ്കാടിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മുളങ്കാട് ഒരു ഭീഷണിയാണ്. നമ്മൾ എവിടെയാണെന്ന് പറഞ്ഞില്ല. ഇത് ശാസ്താംകോട്ട കോളേജിന് തൊട്ട് സമീപമുള്ള ഒരു മുളങ്കാടാണിത്. ശാസ്താംകോട്ട കോളേജിലെ ഒരു അധ്യാപികയാണ് ഈ മുളങ്കാട് ഉണ്ടാക്കിയെന്നൊക്കെ പറയും. പക്ഷേ ഈ മുളങ്കാട് ഇപ്പോൾ ശാസ്താംകോട്ടക്കാർക്ക് വലിയ കീറാമുട്ടിയാണ്. ഇവിടെ മയക്കുമരുന്നിൽ താല്പര്യമുള്ള കുട്ടികൾ വന്നിരിക്കുകയും അതുപോലെ മറ്റുള്ള ആളുകൾ വരികയും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഒരു മയക്കുമരുന്ന് സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾക്ക് ശാസ്താംകോട്ടയിലെ ജനങ്ങളോട് പറയാനുള്ളത്, ഈ മുളങ്കാടിന് തൊട്ടടുത്താണ് ശാസ്താംകോട്ട കായൽ. അതുകൊണ്ട് തന്നെ കുട്ടികളെ എങ്ങനെ ശാസിക്കുകയോ അവരെ പിടികൂടുകയോ ചെയ്യോ, അല്ലെങ്കിൽ ഈ നാട്ടുകാരെ പിടികൂടുകയോ ചെയ്ത് അവരുടെ അടുത്ത് കായലിൽ ചാടുമോ എന്ന് പേടിയുണ്ട്. ഈ കായലിൽ ചാടുമെന്ന് ഭയന്ന് നമുക്ക് ഈ ദുരന്തത്തോട് നമുക്ക് പടപൊരുത്താൻ ഇരിക്കാൻ കഴിയില്ല. അനുജ, നമ്മളൊരു കാര്യം വെളിപ്പെടുത്തുന്നു. നമുക്ക് കൂടെ തന്നെ ഇപ്പോൾ ഇതിന്റെ അഡിക്റ്റായ ഒന്ന് രണ്ട് മക്കളുള്ള ചില ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കാസർഗോഡ് കോളേജിൽ തന്നെ വർക്ക് ചെയ്യുന്നൊരു കക്ഷിയോട് ചോദിക്കാം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാലമായിട്ടും ഈ മുളങ്കാട്ടിൽ വന്നിരുന്ന ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ തടയാൻ കഴിയാതെ പോകുന്നത്? കാരണം ഞങ്ങൾ ഇത് യഥാർത്ഥത്തിൽ നമ്മളെ പഴയ പേരെന്താ? എൻ്റെ പേര് ഡോക്ടർ ബിജു PR. ഈ കോളേജിലാണ് ഞങ്ങൾ യഥാർത്ഥം ഞാനുൾപ്പെടെ PSC മെമ്പറായിരുന്ന ടീച്ചർ ഉൾപ്പെടെ സുവോളജി ഡിപ്പാർട്ട്മെന്റും ഒക്കെ സംയുക്തമായാണ് ഈ മുളങ്കാടൊക്കെ വെച്ച്. പക്ഷെ ഇപ്പൊ ഞങ്ങളത് നശിപ്പിക്കണമെന്ന് ചോദിച്ചപ്പം, അതായത് അത് നിങ്ങൾക്ക് പറ്റത്തില്ല. പ്രകൃതി സ്നേഹികൾ അപ്പോഴേ അതിനകത്ത് കയറി ഇടപെടുന്നത്. ഞാൻ നശിപ്പിക്കണ്ട. അന്നേരം ഇപ്പോഴെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ദുരന്തം എന്ന് വെച്ചാൽ നമ്മുടെ പ്രദേശത്തുള്ള കോളേജുകൾ, സ്കൂളുകളിലെ കുട്ടികൾ നിരന്തരം ഇവിടെ വരികയാണ്. രാവിലെ അതിരാവിലെ, ഇപ്പം സാറിന് നോക്കി ഇച്ചിരി അങ്ങോട്ട് നിന്ന് നോക്കി അകത്ത് കാണാം. രാവിലെ വന്നിട്ട് അവർ പോകുന്നത് രാത്രിയിലാണ് പോകുന്നത്. അവര് മദ്യപാനം, ഈ MDMA ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉപയോഗിക്കുകയാണ്. ഞങ്ങളിതിനെ നിരന്തരം, ഞങ്ങൾക്കിപ്പോൾ അങ്ങോട്ട് ഒരിക്കൽ പ്രിൻസിപ്പൾ ഞങ്ങളും എല്ലാം കൂടെ ഇതിനകത്ത് ഇടപെട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പോലീസിനോടും എക്സൈസിനോടും സഹകരിക്കുന്നില്ല? കാരണം നമ്മളുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉള്ള ഈ മയക്കുമരുന്ന് പ്രശ്നമൊക്കെ തന്നെ നമ്മുടെ സേനയ്ക്ക് നേരിടാൻ പറ്റുന്നതേ ഉള്ളൂ. താമസിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവര് ഞാൻ പറയുന്നത്, ഈ ശാസ്താംകോട്ടയിലും പരിസരത്തുമുള്ള നാട്ടുകാർ മുഴുവൻ സംഘടിക്കുകയാണെങ്കിൽ ഒരാൾക്കും ഇവിടെ ഒന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നു, ഞാനിവിടെ നിന്ന് ഈ ലോകത്തുള്ള മലയാളികളെല്ലാം സാക്ഷിയാക്കി പറയുകയാണ്, ഒരു 3 ദിവസങ്ങൾക്കകം ശാസ്താംകോട്ടയിലെ ജനങ്ങൾ നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയണം, ഈ മുളങ്കാട് ഞങ്ങൾ ശുദ്ധീകരിച്ചു എന്നുള്ളത് പറയും. തീർച്ചയായിട്ടും ഞങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നീങ്ങാം സാർ. ഞങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങണം. നമ്മൾ ഇന്ന് തുടങ്ങുന്നു. നമ്മുടെ ഡ്രോൺ ആചാര്യ എവിടെയുണ്ട്? നമ്മൾ ഇപ്പൊ തന്നെ ഡ്രോൺ പറപ്പിച്ച് നോക്കും, നമ്മൾ ഈ മുളങ്കാടിന്റെ കീഴിൽ ആരെങ്കിലും ഇരിപ്പുണ്ടോ എന്നുള്ളത്. എനിക്കൊന്ന് ഡ്രോൺ പരിശോധന നടക്കുന്നുണ്ട് ഇവിടെ. അതെ. കാര്യം കായലുണ്ടെന്ന് പറഞ്ഞ് പേടിച്ച് നമ്മൾ ഈ കുട്ടികളെ പിടിക്കാതിരിക്കരുത്. സ്കൂൾ കുട്ടികളൊക്കെ ഇവിടെ വന്നിരിക്കുന്നു, മനസ്സിലായി? യഥാർത്ഥത്തിൽ ഞാൻ ഇവിടുത്തെ ഹെഡ് അക്കൗണ്ടന്റാണ് കോളേജിലെ. അപ്പം അത് ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു പേടി തന്നെയാണ്. കുട്ടികൾ എടുത്ത് കായലിലൊക്കെ ചേട്ടാ, അത് പോലീസിനും എക്സൈസിനും ഒക്കെ സാറിന് അറിയായിരിക്കും. അത് പോലീസ് ഇവിടെ എപ്പോഴെങ്കിലും കായലിൽ ചാടിയ പ്രശ്നം ഉണ്ടായിരുന്നു? കായലിലോട്ട് അവിടെ നിന്ന് ഓടിയ പ്രശ്നമുണ്ട്, ചാടിയ പ്രശ്നമുണ്ട്. ചാടാൻ കാര്യം ഇത് ഞങ്ങൾ കണ്ടോണ്ട് പോയി. ഇവിടുന്ന് ഉള്ള അധ്യാപകരെല്ലാം അത് മറ്റേ മയക്കുമരുന്ന് ഉപയോഗമല്ലായിരുന്നു. ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കണ്ടല്ലോ എക്സൈസിനോട്. അതായത് നിങ്ങൾ ആദ്യം നിങ്ങൾ കായലിന്റെ ആ പ്രദേശം വളയണം. എന്നിട്ട് കായലിലേക്ക് ആരും പോകാതിരിക്കാൻ വേണ്ടി അവിടെ എന്തെങ്കിലും ഒരു സാധനം ഫിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഇത് പേടിച്ചപ്പം, ഇപ്പം കാർഗിൽ യുദ്ധം ഉണ്ടായപ്പോഴേ നമ്മുടെ ആരെങ്കിലും മരിക്കുമെന്ന് കരുതി കാർഗിൽ യുദ്ധത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു കാരണമല്ല. ഈ ശാസ്താംകോട്ടയിലെ ജനങ്ങൾ നമുക്ക് ഉറപ്പ് തരണം, നിങ്ങളും ഇവിടെ എക്സൈസും പോലീസും ചേർന്ന് ഈ പ്രശ്നത്തിന് എന്നേക്കുമായൊരു അവസാനം ഉണ്ടാകുമെന്ന്. പ്രകൃതി സ്നേഹിയും ഇതിനെല്ലാം എതിരുള്ള ഏത് കാര്യത്തിനും വരാം. പക്ഷേ 24 വാർത്താ ചാനൽ ഈ മുളങ്കാട് ശുദ്ധീകരിക്കപ്പെടുന്നത് വരെ കൂടെ ഉണ്ടാവും. ഞങ്ങൾ കൂടെ ഉണ്ടാവും സാർ. DB കോളേജിന്റെ പരിസരത്താണ് നമ്മുടെ ഈ മുളങ്കാട്. DB കോളേജിലെ കുട്ടികളും പുറത്തുനിന്നുള്ള കുട്ടികളുമാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. എങ്കിൽ പോലും DB മതിലിന് പുറത്താണ്. പക്ഷേ കോളേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള എൻട്രൻസുകളുണ്ട്. പ്രധാന വാതിലല്ലാതെ വേറെ എൻട്രൻസുകളും ഉണ്ട്. അപ്പോൾ അതുവഴിയും കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ DB കോളേജിലെ കുട്ടികൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്നത്. കാരണം അവിടുത്തെ പ്രവർത്തനങ്ങൾ ലഹരി വിരുദ്ധമായ വിമുക്തിയുടെ വലിയ പ്രവർത്തനമാണ് നമ്മുടെ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. NSSന്റെയും NCCയുടെയൊക്കെ നേതൃത്വത്തിലും നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ അതിനൊക്കെ വലിയ താല്പര്യമെടുത്ത് ഈ വിമുക്തി പ്രവർത്തനങ്ങളിലൊക്കെ ചെയ്യുന്നതിന് വലിയ താല്പര്യമെടുത്ത് ഇങ്ങനൊരു സ്പോട്ട് ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും ഈ നിരന്തരമായ ഒരു പരിശോധന അത് എക്സൈസിന്റെ ഭാഗത്തുനിന്ന് മഫ്റ്റിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കാരണം നമ്മൾ യൂണിഫോമിൽ വരുമ്പോഴത്തേക്ക് ഇവർ പെട്ടെന്ന് ഓടി മറിഞ്ഞു പോകാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. 2 മാസത്തിന് മുമ്പ് ഇവിടെ രണ്ട് ചെറുപ്പക്കാർ ഒരു പെൺകുട്ടിയും ഒരു പ്രശ്നം ആത്മഹത്യ ചെയ്തായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ പരിശോധന നടത്തിയത് നമുക്കൊരു സ്മോൾ ക്വാണ്ടിറ്റി കഞ്ചാവ് കേസ് നമുക്ക് MDMA ഉണ്ടോ? MDMA ഒന്നും കിട്ടിയില്ല. പക്ഷേ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ എൻട്രൻസിന്റെ അവിടെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി അങ്ങനെ ആരെങ്കിലും ഒരാളെ നിർത്തിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം
കുറച്ച് പരിഹരിക്കാൻ പറ്റില്ലേ? അധീനതയിലുള്ള വസ്തുവാണിത്. അന്നേരം ഇതിനകത്ത് ഒരു പ്രോപ്പർട്ടി വാച്ചറെ എങ്ങനെ നിശ്ചയിക്കണമെങ്കിൽ അത് ദേവസ്വം ബോർഡാണ്. സാറ് മുൻകൈ ഇതിപ്പോ നാടിന്റെ ആവശ്യമല്ലേ ദേവസ്വം ബോർഡ്? നമുക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റോട് ചോദിക്കാം. എന്തായാലും സാറ് മുൻകൈ എടുത്ത് ഇതിനൊരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ്. അദ്ദേഹം ഒന്നും ഇതിനെതിരെ നിൽക്കത്തില്ല. നിങ്ങൾ ആവശ്യപ്പെടാത്ത പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് മെമ്പർ അജികുമാർ സാറും എല്ലാം ഇതിന് സപ്പോർട്ട് ചെയ്യും. വേറെ ഒരു വിഷയമുണ്ട്. ഇത് മാത്രമല്ല ഈ മുളങ്കാട്ടിലേക്കുള്ള എൻട്രൻസ് കായലിന്റെ അമ്പലക്കടവിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആ കരയിൽ കൂടെ ഇതൊക്കെ നമ്മുടെ പരിധിയിലുള്ള എൻട്രൻസ് അല്ലേ? അല്ലാതെ ഏക്കർ നിനക്ക് പഴുത് കണ്ടുപിടിക്കരുത്. ശാസ്താംകോട്ട തടാകം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. അത് കാണുന്നതിന് വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്ന കുട്ടികളുണ്ട്, അല്ലാതെ വരുന്നവരൊക്കെ ഉണ്ട്. അപ്പം അവരെ വേർതിരിച്ച് കിട്ടുക എന്നുള്ളത് ഒരു വലിയ ഒരു കടമ്പയാണ്. ലഹരി ഉപയോഗിക്കാൻ വരുന്നവരാണോ അതോ ഇത് കാണാൻ വരുന്നവരാണോ ടൂറിസം അതോ സ്പോട്ടാണ്. ആ, ഒരു ടൂറിസം ആ തരത്തിലേക്ക് സ്പോട്ടാണ്. വികസിപ്പിക്കാൻ അപ്പൊ കഴിയുന്ന നമുക്ക് ആ സ്ഥലമാണ്. രീതിയിൽ നമുക്ക് അവിടെ ഒരു എൻട്രൻസ് ഭാഗത്ത് ഒരു വാച്ചർ നിയമിച്ച് നമുക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നത് വലിയ ഉപകാരമായിരിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് കൂടുതൽ അവിടെ ഒരു എൻട്രൻസ് വെക്കുകയും അല്ലെങ്കിൽ എൻട്രൻസ് ഫീസ് വെക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ ആളുകളെ കയറ്റി വിടുകയാണെങ്കിൽ